ഇത് VIP മോട്ടോഴ്സിൻ്റെ ഷോറൂം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പിൽ ഷെയ്ഖ് സൈദ് റോഡുണ്ട്. അപ്പോൾ ഞാൻ അതിലങ്ങനെ ഇടക്കിടക്ക് നടന്നു പോകലുണ്ട്. അപ്പോൾ 1-2 പ്രാവശ്യം ഞാൻ ഇതിൽ നടന്നു പോയ സമയത്ത് ഞാൻ ഇവിടെ ഒരു സാധനം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ പിടിക്കുക വെച്ചിട്ട് അങ്ങോട്ട് വന്നത്. ഇവിടെ ഒരുപാട് കാറുകളുണ്ട് കേട്ടോ. ഇവിടെ ഫെറാരി, പഗാനി, റോൾസ് റോയ്സ്, ഒരു ഇതെല്ലാം റേസിംഗ് കാറുകളും സ്പോർട്സ് കാറുകളും ഇവിടെ ഉണ്ട്. മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഷോറൂം അവിടേക്ക് തോന്നുന്നു. ദുബായിലുള്ള കുറേ ഒരു 1000-10,000 കോടീൻ്റെ പ്രൊഡക്റ്റുകൾ ഈ ഷോറൂമിനകത്തുണ്ടാവും എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടൊരു സാധനമുണ്ട്. ഇതിലാശം ഉള്ളിലേക്ക് അവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബൈക്കിൻ്റെ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് ഈ കാണുന്ന സാധനം ഉണ്ടത്. ഈ ഒരു ബൈക്ക് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ധോണിക്ക് ഈ ഒരു ബൈക്കുണ്ട്. ഈ ഒരു കമ്പനീൻ്റെ പേര് ഹെൽക്കാറ്റ് എന്നൊരു മോഡലാണ് ധോണിക്കുള്ളത്. അപ്പോൾ അതിൻ്റെ വേറൊരു മോഡൽ അവിടെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ അവിടെ വന്ന് ഇവിടെ കാണാം ഈ ബൈക്ക്. ഇതിൻ്റെ ഒരു കുറച്ച് ടെക്നിക്കലുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടോ. അപ്പോൾ ഈ ബൈക്ക് ഫുള്ള് കംപ്ലീറ്റ് ശരിക്കും കൺട്രോൾ ചെയ്തിട്ട് ഇതിനു മുമ്പേ പല ആൾക്കാരും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ബൈക്ക് ശരിക്കും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ബൈക്ക് ശരിക്കും കൺട്രോൾ ചെയ്യും. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ മുന്നിലൂടെ ഞാൻ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബൈക്ക് ഞാൻ ദൂരെ നിന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ശരിക്കും എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് ഏതാ ബൈക്കെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഫ്രീ ആയതുകൊണ്ട് ഈ ബൈക്കിൽ നിന്ന് വന്നതാണ്. അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്താണ് ഇത് നമ്മളെ ധോണിയുടെ അടുത്തുള്ള കമ്പനീൻ്റെ ബൈക്കാണെന്ന് മനസ്സിലായത്. അപ്പോൾ ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അടുത്തുനിന്ന് കാണാൻ പറ്റും. കുറച്ചും കൂടി ഡീപ്പായിട്ട് നോക്കി മനസ്സിലാക്കാം അതിൽ എന്തൊക്കെയാണ് ഉള്ളത്. ഇതിൻ്റെ പിന്നിലെ ടയറൊക്കെ ഇവിടെ കാണാം. ഇനി നമുക്കിത് വിശദമായിട്ട് നോക്കട്ടോ. അപ്പോൾ ഈ ഒരു കവറോട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്, ഈ കാണുന്ന കവറ്. ഇത് ധോണീൻ്റെ ബൈക്കിനാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത് ഇങ്ങനെ ഒരു കവറ്. ഇതിനു മുമ്പ് ഞാൻ ഒരു ബൈക്കിനും ഇങ്ങനെ ഒരു കവറ് കണ്ടിട്ടില്ല. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് കറങ്ങുന്നുണ്ട്. ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റാണുള്ളത്. സാധാരണ എല്ലാ വണ്ടികൾക്കും ഗിയർ മെക്കാനിസവും അതേപോലെ അത് ഓയിലിൽ മുങ്ങി കിടക്കുന്ന സിസ്റ്റങ്ങളൊക്കെ ഉള്ളത്. ഇത് ഡ്രൈ ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ബെൽറ്റ് അവർ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കവറും കൊടുത്തിട്ടുണ്ട് നല്ല ഗ്ലാസിൻ്റെ. അതിൻ്റെ ഓയിൽ ഫിൽറ്റർ അവിടെ കാണട്ടോ. ഓയിൽ ഫിൽറ്ററൊക്കെ ഇവിടെ ഉണ്ട്. അതേപോലെ അതിൻ്റെ ബ്രേക്ക്. ഇത് കംപ്ലീറ്റ് എന്ത് മെറ്റീരിയലാണെന്ന് അറിയില്ല, അലൂമിനിയം അതേപോലത്തെ എന്തൊരു മെറ്റീരിയലാണിത്. സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. കമ്പ്യൂട്ടർ തന്നെ റോബോട്ടിക് കട്ടിങ് പോലത്തെ എന്തൊരു മെഷീൻ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇവരിതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകം നമുക്ക് കണ്ടാൽ അറിയാം. ഇതിന് പെയിൻ്റൊന്നുമില്ല, അതുകൊണ്ട് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തുരുമ്പിടിക്കില്ല, എത്ര കാലം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഈ കാണുന്നതിൻ്റെ ഫ്യൂവൽ ടാങ്ക് കേട്ടോ. ഫ്യൂവൽ ടാങ്കിൽ നമുക്ക് ഫ്യൂവൽ ശരിക്കും കാണാം. അവിടെ ഫ്യൂവൽ ഒഴിക്കുന്ന ഭാഗം. അതുപോലെ ഇത് ഇതിൻ്റെ എയർ ഫിൽറ്ററാണ് കാണുന്നത്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എയർ ഫിൽറ്റർ കാണാം. അവിടെ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഫ്യൂസ് ബോക്സൊക്കെ കാണുന്നത് കേട്ടോ. ഫ്യൂസ് ബോക്സൊക്കെ ഇങ്ങനെ വെളിയിലേക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇതിൻ്റെ റിയറിൽ ചെയിനാണ് വരുന്നത്. ചെയിനിൻ്റെ ഇവിടെ എന്തൊക്കെയാണ് കുറേ മെക്കാനിസങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതുവരെ കാണാത്ത കുറേ സംഭവങ്ങളൊക്കെ ഈ ബൈക്കിന് വില ഉണ്ട്. കാരണം ഈ ബൈക്ക് അപൂർവമായിട്ടുള്ള ബൈക്കാണ്. അതേപോലെ നമ്മൾ ക്യാഷ് അടച്ചിട്ട് ഓർഡർ ചെയ്യണം, എന്നാലേ ഈ ബൈക്കുകൾ ഉണ്ടാക്കുള്ളൂ, ഇല്ലെങ്കിൽ ഉണ്ടാക്കില്ല. അതേപോലെ അതിൻ്റെ റിയറിലെ വീല് കാർബൺ ഫൈബറാണ്. അതിൻ്റെ ആ ഒരു വീൽ റിമ്മൊക്കെ കാർബൺ ഫൈബറാണ്. അതുപോലെ ഇനി പുഷ് റോഡ് മെക്കാനിക്സൊക്കെ ആൾട്ടറിൽ നമ്മളെ ബുള്ളറ്റിൻ്റെ ഉള്ള പോലെ തന്നെ പുഷ് റോഡ് സംഭവങ്ങളൊക്കെയാണ്. നല്ല ഫിനിഷിംഗ് ഉണ്ട് ഈ വാഹനം കാണാൻ. അതുപോലെ ഇവിടെ എന്തൊക്കെയാണ് കൂളറൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എഞ്ചിൻ ഓയിൽ കൂളർ അങ്ങനെ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെയാണ്. അതിൻ്റെ ഫ്രണ്ടിലെ ഫോർക്ക് ഒരു പഴയ സ്റ്റൈലാട്ടത്. ഇത് പഴയ വാഹനങ്ങളിലൊക്കെ കാണാം ഇത്തരം ഫോർക്കുകൾ, കുറേ റാഡുകളൊക്കെ ആയിട്ട്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിലെ ബ്രേക്ക് ഒരു അടിപൊളി ബ്രേക്കാണ്. ഫ്രണ്ടിൽ ശരിക്കും എത്ര 1 2 3 4 8 ബ്രേക്ക് പാഡ് വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇതൊരു പ്രത്യേക കൺഫിഗറേഷൻ. അതിന് മുമ്പ് ഞാൻ അങ്ങനെ ഒരു ബ്രേക്ക് ഒരു വാഹനത്തിൽ കണ്ടിട്ടില്ല. പല റേസിംഗ് വാഹനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ എങ്ങനത്തെ ഒരു സംഭവം ബ്രേക്ക് സിസ്റ്റം കാണുന്നത്. ഇത് ഫ്രണ്ടിലെ ഷോക്കും അതിൻ്റെ ആ റിസർവറൊക്കെ അവിടെ കാണുന്നത്. ഫ്രണ്ടിൽ ഒരു ഒറ്റ ഷോക്കുള്ളത്, മോണോ ഷോക്ക് സിസ്റ്റമുള്ളത്. അതിൽ കുറേ ഫോർക്ക് മെക്കാനിസങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു വൃത്തിയുടെ പോലെ തോന്നുന്നുണ്ട് ഈ ഫ്രണ്ട് കാണുമ്പോൾ. ബൈക്കിന് രസമല്ലേ കാണാൻ. ആ MS ധോണിൻ്റെ ബൈക്ക് കാണാൻ രസമുണ്ട്. അതിൻ്റെ ഫോർക്കൊക്കെ വ്യത്യാസമുണ്ട്. അത് ഹെൽക്കാറ്റ് എന്ന് പറയുന്ന വേറൊരു മോഡലാണ്. ഇവിടെ ഒരു RPM മീറ്ററും അതേപോലെ ഒരു ഫ്യൂവലിൻ്റെ വാണിംഗ് ലൈറ്റൊക്കെയാണ്. ഇത് RPM മീറ്റർ കേട്ടോ. അതുപോലെ സ്പീഡ് ചിലപ്പോൾ അതിൽ എഴുതി കാണിക്കും, ഡിജിറ്റലായിരിക്കും. അതുപോലെ അതിൻ്റെ സ്വിച്ച് സംഭവങ്ങളൊക്കെ ഭയങ്കര സിമ്പിളാട്ടോ. തികച്ചും വ്യത്യസ്തമായൊരു കൺസെപ്റ്റാണ് ഈ ബൈക്ക് കംപ്ലീറ്റ്. അതുപോലെ ക്ലച്ച് വരുന്നത് ഹൈഡ്രോളിക്കാണ്. ക്ലച്ചിന് ഹൈഡ്രോളിക് സിലിണ്ടറൊക്കെ ഉണ്ട്. ഇതിൻ്റെ മിറർ ഇവിടെ കാണാൻ രസമാണ് കേട്ടോ. അതേപോലെ ഇതാണ് ഇതിൻ്റെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ത്രോട്ടിൽ ബോഡി കാണാം കേട്ടോ.
ഇത് ഫ്യൂവൽ ടാങ്ക് അല്ല, ഇതിൻ്റെ ത്രോട്ടിൽ ബോഡിയൊക്കെ കാണാം. എയർ ഫിൽറ്റർ അവിടെ ഉള്ളത്. ഹാർലി ഡേവിഡ്സൻ്റെ ബൈക്കിൻ്റെ ആ ഒരു ഡിസൈൻ. ഇത് ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക്. ഇവിടെ ഫ്യൂവൽ ഫില്ല് ചെയ്യുക. ഇവിടെ ഫ്യൂവൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ സീറ്റിൻ്റെ അടിയിലേക്ക് ആ ഫ്യൂവൽ പോവുക. സീറ്റിൻ്റെ അടിയിലൊക്കെ ഫ്യൂവൽ ടാങ്കുള്ളത്. ഇവിടെ ഇതിൻ്റെ എൻജിൻ്റെ ആ സിലിണ്ടർ ഹെഡ്, എക്സോസ്റ്റ് പൈപ്പൊക്കെ കാണാം. ഇഗ്നീഷൻ കോയിൽ, സ്പാർക്ക് പ്ലഗിലേക്ക് വരുന്ന കോയിൽ പ്ലഗ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ എക്സോസ്റ്റിൽ ആ ഒരു ക്ലോത്ത് ചുറ്റിയിട്ടുണ്ട്. ആ എക്സോസ്റ്റ് റാപ്പൊക്കെ ഉണ്ട്. ഇത് അടിപൊളി കേട്ടോ. തികച്ചും ആ എയർ ഫിൽറ്റർ അവിടെ കാണുന്നത്. എയർ ഫിൽറ്റർ നിരക്ക് ത്രോട്ടിൽ ബോഡി പോയി എഞ്ചിൻ്റെ അകത്തേക്ക് എയർ പോകും. എക്സോസ്റ്റ് പൈപ്പുകൾ അവിടെ കാണുന്നത്. ഇത് 2000 മേലെ CC വരുന്നുണ്ട് ഈ ഒരു ബൈക്ക്. അതേപോലെ തന്നെ നല്ല പവറും നല്ല BHP ഒക്കെ ഉണ്ട് ഈ ഒരു എഞ്ചിന്. ഇതിൻ്റെ എഞ്ചിൻ തികച്ചും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആട്ടോ. അതുപോലെ ഇതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് ഒരു ബെൽറ്റാണ് ഈ ഒരു ക്ലച്ചിലേക്ക് പോകുന്നുണ്ട്. ഇത് ഇതിൻ്റെ അകത്ത് ക്ലച്ചാണ്. ക്ലച്ച് ഡ്രൈ ടൈപ്പ് ക്ലച്ചാണെന്നാണ് തോന്നുന്നത്. സാധാരണ വാഹനങ്ങൾക്ക് ഓയിലിൽ മുങ്ങി കിടക്കുക ക്ലച്ച്. ഇതിൻ്റെ ക്ലച്ച് ലേശം വ്യത്യാസമുണ്ട്. അതുപോലെ റിയറിലെ ഒരു ഷോക്കുള്ളത്. റിയറിലെ മോണോ ഷോക്കാണ്, പക്ഷേ അതിൻ്റെ ഷോക്ക് ഈ ഒരു സൈഡിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. എല്ലാ വാഹനങ്ങൾക്കും സെൻറ്ററിലാണ് കൊടുക്കുക, ഇത് സൈഡിലാണ്. അതേപോലെ റിയറിലെ കാലിബർ കാണാം. കാലിബറിന് ഒരു ബ്രാക്കറ്റ് റിയറിൽ മഡ് ഗാർഡിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ഈ ഒരു മെറ്റീരിയലിലുള്ള ഈ ഒരു ബൈക്ക് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി പെയിൻറ്റിന് ആവശ്യമൊന്നുമില്ല. പെയിൻറ്റിന് പൈസ അവർക്ക് ലാഭമായി. അതുപോലെ രണ്ട് ബാക്കിൽ ശരിക്കും ഡ്രൈവർക്കും ഒരു പാസഞ്ചർക്കും ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട് കേട്ടോ. അതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരിക്കണം. ചെറിയ സീറ്റാണ്. ഇതിൻ്റെ ഫ്രണ്ടിലെ കാലിബറിലേക്ക് വരുന്ന സമയത്ത് ഒരു സൈഡ് തന്നെ 2 ഡിസ്ക് ഉണ്ട് കേട്ടോ. ഞാൻ വന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ച് ഈ ഒരു സംഭവം. ഇവിടെ 2 ഡിസ്ക് ഉണ്ട്. ഈ 2 ഡിസ്കിനും കൂടെ 4 ബ്രേക്ക് പാഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ 4 ബ്രേക്ക് പാഡിൻ്റെ ഫ്രിക്ഷൻ സർഫസ് ഉണ്ട്. അതിന് നടുവിൽ ഒറ്റ ബ്രേക്ക് പാഡുള്ളത്. ആ ബ്രേക്ക് പാഡിൻ്റെ 2 സൈഡിലും ഫ്രിക്ഷൻ മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഡിസ്ക് ശരിക്കും മൂവ് ആവും. ഡിസ്കിന് ചെറിയൊരു സെൽഫ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഈ ഒരു ഡിസ്കിന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യുന്ന രീതിയിൽ ആ ഡിസ്ക് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് സ്പ്രിങ് ലോഡാണ് ആ ഡിസ്ക്. അങ്ങനൊരു കോൺഫിഗറേഷനാണിത്. 2 ഡിസ്കിനും കൂടെ ഒരൊറ്റ കാലിബർ മെക്കാനിസം. ഞാൻ അത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ കാണുന്നത്. ഇങ്ങനത്തെ ഒരു മെക്കാനിസം, ഒരു കോൺഫിഗറേഷൻ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ബൈക്കാണിത്. അതാണ് ഇത്ര അതിന് പ്രൈസ് കൂടാനുള്ള കാരണം. വളരെ എക്സ്പെൻസീവാണ് ഈ ബൈക്ക്. ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.